വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നോക്കി നല്ലൊരു മഴ പെയ്ത് തോർന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് മഴയും മഞ്ഞും തണുപ്പുള്ളൊരു കൊടും തണുപ്പുള്ളൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ നോക്കി നല്ല രീതിയിലായിട്ട് ആ ഒരു ഭാഗത്തൊക്കെ കോട ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് മൊത്തത്തിൽ നമുക്ക് കോട തന്നെയാണ്. ഇപ്പോഴും ആ ഒരു കോടയ്ക്ക് ഒരു ശമനവും ഇല്ലാട്ടോ. ഒരു മഴ നല്ല രീതിയിൽ നല്ല ഫോഴ്സിൽ പെയ്തൊരു ടൈമിൽ ചെറിയൊരു ആശ്വാസം ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ വീണ്ടും നല്ല അതിശക്തമായിട്ടാണ് കോട ഇറങ്ങിയിട്ടുള്ളത്. കൂട്ടത്തിൽ തണുപ്പായതുകൊണ്ട് നമുക്കിങ്ങനെ പുറത്തൊന്നും ഒരുപാട് നേരം നിൽക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ സൗണ്ടൊക്കെ പെട്ടെന്ന് തന്നെ ഇടറും. അതുപോലെ തന്നെ നല്ല രീതിയിൽ തണുപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പനി വരാനും ജലദോഷം വരാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അത്രത്തോളം നല്ല ഇതിൽ നല്ല കട്ടിക്കാട്ടോ അങ്ങനെ കോടങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് ഫുള്ള് നമുക്ക് പുക മാത്രമായിട്ടോ കാണാൻ വേണ്ടി പോലും അത്രത്തോളം. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലായാലും നല്ല കലബിലെ ബഹളം കൂടി ആയിട്ട്. അപ്പോൾ എന്നാലും ഈ ഒരു മഴന്ന് എല്ലാവർക്കും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ കാണാം കേട്ടോ. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി കേട്ടോ. കാരണം ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റേതായ ഒരു ഇരുട്ടും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നോക്കി നല്ല രീതിയിലാട്ടോ കോട ഇറങ്ങിയിട്ടുള്ളത്. നല്ല മഴ പെയ്തിട്ടോ നമ്മുടെ റോട്ടിൽ കൂടെ പിന്നെ വെള്ളത്തിന് നല്ല ഇതൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ദിവസങ്ങൾ മഴ തന്നെ ആയിരിക്കുമല്ലോ. നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണത്തിൻ്റെ കണക്ക് പ്രകാരം അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും എന്താ അവസ്ഥ എന്ന് അറിയില്ല. ഇന്നെന്തായാലും അതിവിടെ കറക്റ്റായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് തൂളിയിട്ടുകൊണ്ടിരിക്കണ്ടേ മഴ കനക്കാനുള്ള ചാൻസും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അവസ്ഥ ഒന്നും അറിയില്ല. എന്തായാലും തണുപ്പാട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഇപ്പോൾ. നല്ല മഴയും തണുപ്പായതുകൊണ്ട് ഇന്ന് ഞാൻ ഫുള്ള് സെറ്ററിലായിരുന്നു കേട്ടോ. അപ്പോൾ സെറ്ററിൽ നിന്ന് ഇറങ്ങാനേ തോന്നില്ല കേട്ടോ. കാരണം അത്രത്തോളം നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സെറ്റർ ഇടുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ്. നല്ലൊരു ചൂടൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ആവണിക്കുട്ടി ഇത് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആളൊന്ന് ഫുൾ ടൈം സെറ്ററിലാണ്. സുന്ദരി പെണ്ണേ ഇത് അവിടെ നോക്കി, ഇവിടെ നോക്കി. നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊന്നും അംഗൻവാടിയിലൊന്നും പോയിട്ടില്ല. അല്ലേടി സുന്ദരി പെണ്ണെ ഇവിടെ നോക്കി. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ്. ചായ കുടിച്ചു പോതിക്ക്. അപ്പാപ്പു കഴിച്ചോ? മഴയാണ് ഇവിടെ എന്ന് പറ. എല്ലാവരുടെയും മഴയുണ്ടോ? കളിച്ചോ. പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്ന ഒരു മഴയിൽ എല്ലാവരെയും പോലെ തന്നെ എൻ്റെയും വലിയൊരു വിഷയമാണ് നമ്മുടെ തുണികളൊക്കെ ഉണക്കിയെടുക്കല്. കാരണം നമ്മുടെ കുഞ്ഞുമണി എന്ന് പറയുമ്പോൾ ആൾക്ക് ഒരു ദിവസം 4-5 തുണികളെങ്കിലും മാറേണ്ടി വരും. കാരണം ആളെ പറഞ്ഞിട്ടും കാര്യമില്ല, ആളുടെ പ്രായം ഇപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിപ്പോൾ നമുക്ക് പറഞ്ഞല്ലോ ഫുള്ള് മഴയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഈ ഒരു തുണികളൊക്കെ ഒന്ന് അലക്കി പുറത്ത് നമ്മൾ ഷെഡിൽ വിരിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 4ാമത്തെ ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ 5ാമത്തെ ദിവസമായിട്ട് നമ്മളിപ്പോൾ ഇതൊക്കെ ഉണക്കി ഇതാ മടക്കി വയ്ക്കാൻ ഭാഗമായില്ല. അപ്പോൾ എന്നാലും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് തുണികൾ മടക്കാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ കുറച്ച് തുണി വെച്ചിട്ടുണ്ട്. എന്നാലും അതൊക്കെ ഒന്ന് മടക്കണം. അതുപോലെ ഒന്ന് ഓൾറെഡി നമ്മൾ അടിച്ചതാണ്. എങ്കിൽ കൂടുതൽ നമ്മുടെ കുട്ടിമണിയുടെ കളിപ്പാടങ്ങളാട്ടോ ഫുള്ള് നിരത്തിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പെറുക്കി വെച്ചിട്ട് അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആട്ടോ ഇനി നമുക്കുള്ളത്. അതേപോലെ തന്നെ മഴ ഫുള്ള് മഴയെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നമുക്ക് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. കറണ്ടിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടുണ്ടായിരുന്നല്ലോ. കാരണം കുറേ നേരം കൊണ്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് നേരം ആ കറണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഒന്ന് സെറ്റ് ആയത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ റിക്വസ്റ്റിൽ വന്നിട്ടുണ്ട്. അത് ചേച്ചി ആ വീഡിയോ ചെയ്യും, ഈ വീഡിയോ ചെയ്യുന്നത് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഗാർഡൻ വീഡിയോ, അതുപോലെ ക്ലീനിങ് വീഡിയോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതിനൊക്കെ ഞാൻ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്കെന്ന് പറയുമ്പോൾ കുറച്ച് ഇപ്പോൾ നമുക്ക് പറമ്പിലൊക്കെ അല്ല അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായിട്ടൊരു ഷെഡ്യൂളാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കായ എടുക്കലിൻ്റെ പരിപാടി, അതുപോലെ കുറച്ച് പറമ്പിലുള്ള കാട് കളഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ആക്കുന്നതിന് കുറച്ചധികം പണികൾ നമ്മുടെ പറമ്പിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു ഇത് തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് തിരിയാനൊരു സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വരുന്ന കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്ലൈ തരുന്നതൊക്കെ, അതായത് റിപ്ലൈ നമ്മുടെ വരുന്ന കമൻസുകൾക്കുള്ള റിപ്ലൈ ഒക്കെ ഞാൻ മാക്സിമം തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ എന്തായാലും മാക്സിമം ഞാൻ അധികം വൈകാതെ തന്നെ ചെയ്തിട്ട് എന്തായാലും. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഒക്കെ ഇപ്പോൾ ക്ലീനിങ് വീഡിയോ നമ്മുടെ ഗാർഡനെ ഒരുപാട് സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിലൂടെ ഓരോ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം നമ്മുടെ കൃഷിയും അതേപോലെ നമ്മുടെ ഗാർഡൻ വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണുള്ളത്. അപ്പോൾ എന്തായാലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ എന്തായാലും അധികം വൈകാതെ തന്നെ വരും കേട്ടോ. മാത്രമല്ല ഇപ്പോൾ എന്ന് പറയുമ്പോൾ മഴയാണ്. അപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കലും കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം നമ്മൾ ഇറങ്ങാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടിമണി കൂടെ ഇറങ്ങാനായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണം നമുക്ക് പുറത്തുനിന്നൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നാലും ആരും നിരാശപ്പെടുത്തുന്നതിൽ ഞാൻ ആരെയും എന്തായാലും നമുക്ക് അധികം വൈകാതെ അതൊക്കെ ഇടാടും. എന്നാലും കുറച്ച് അധികം തുണി മടക്കി വെക്കാണ്ട് എന്നാലും എല്ലാം ഒന്ന് മടക്കി വെക്കട്ടെ. അതേപോലെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. കാരണം ചെല്ല അതുപോലെ തന്നെ വാതിൽ ഫ്രണ്ട് ഡോറൊക്കെ നമ്മൾ അടച്ചിട്ടിരിക്കണം. കാരണം അത്രയും തോളം നല്ല തണുപ്പാണ്. എന്നിട്ട് കൂടി നോക്കി നല്ല രീതിയിലാട്ടോ, നല്ല ഗാംഭീരമായിട്ടോ നമ്മുടെ ചീവിൻ്റെ വോയിസ് നമുക്ക് കേൾക്കാൻ വേണ്ടി നല്ല സൗണ്ടിലാട്ടോ നമ്മുടെ കാതിലേക്ക് ഇങ്ങനെ മുഴങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് നീക്കാൻ ഇപ്പോൾ വൈകിയ പോലും നമുക്ക് ഇവിടെ അലറാൻ വെക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇവരെ നമ്മളെ വിളിച്ച് നീപ്പിച്ച് കൊടുക്കും. നമുക്ക്
ഉറങ്ങിയിട്ട് വേണ്ടി നമ്മൾ ഇരിക്കുക. കാരണം അത്രത്തോളം ബാസ് സൗണ്ടാണ് ഇവർക്ക്. അപ്പോൾ എന്താണ് ഞാൻ തുണിയൊക്കെ മടക്കട്ടെ. അപ്പോൾ കുറച്ചധികം മടക്കാനുള്ളത് തന്നെ എല്ലാം മടക്കി വെച്ചതിന് ശേഷം കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞിട്ടോ. പുറത്താണെങ്കിൽ ഇപ്പോൾ മഴ അങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണേ. അതിന്റെ ഭാഗമായി നല്ല തണുപ്പ്. നമുക്കിപ്പോൾ ചെരുപ്പുന്നുണ്ട്, അത് പുറത്തു കൂടെയും അതുപോലെ നമ്മുടെ ടൈൽസ് ചവിട്ടാൻ വരാത്ത അവസ്ഥയാണ്. അത്രത്തോളം തണുപ്പാണ്. നമ്മളിപ്പോൾ ആ കുറ്റിമണിക്കൊക്കെ നമ്മളിതാ സോക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് അടിച്ചു വാരട്ടെ കേട്ടോ. ഓൾറെഡി നമ്മൾ അടിച്ചു വാരുന്നത് നമ്മുടെ വിളക്കെല്ലാം വെച്ചെല്ലാം കഴിഞ്ഞു കേട്ടോ. കാരണം സമയം ഏകദേശം ഒരു 7 മണി അടുപ്പിച്ച് ആവാൻ അയച്ചിട്ടുണ്ട്. 7 മണി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. 7 മണി കഴിഞ്ഞോട്ടെ ഗൈസ്. അപ്പം എന്തായാലും ഇത് ഇന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നും അറിയില്ല. അപ്പം എന്തായാലും മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതാ ഷാളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സുത്തുമണി ഇതാട്ടോ അവസ്ഥ. നോക്കി ചുറ്റിക്കൊണ്ട് നടക്കട്ടെ. ഇവിടെ വാ നോക്കട്ടെ, കാണിച്ചു കൊടുക്കട്ടെ. സുന്ദരിയാണോ എന്ന് ചോദിക്കും. പാട്ട് ഡാൻസ് ഒക്കെ ആയിരുന്നു തുടങ്ങിയത്. TV ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പാട്ട് ഡാൻസ്. അത് സാധാ പാട്ടൊന്നും ആൾക്ക് പറ്റില്ല കേട്ടോ. കുറച്ച് ബാസ് സൗണ്ട് ഉള്ള നല്ല ഡപ്പാങ്ങൂത്ത് പാട്ടൊക്കെ ആൾക്ക് പറ്റില്ല കേട്ടോ. അതൊക്കെ കേട്ട് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ അതാ കുറച്ചായിട്ടോ ഓഫാക്കിയിരുന്നു. കുറേ നേരത്തിന് ശേഷം കറണ്ട് കൂടി ഇപ്പോഴല്ലേ വന്നത്. ഗൈസ് നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ നടക്കുമ്പോൾ എല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മുടെ ചായ തിളയ്ക്കുന്ന ഒരു സൗണ്ട് അവിടെ കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് കഴിച്ചാലോ. അതേപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ കറിയൊക്കെ ഞങ്ങൾ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള മഴ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. കട്ടൻ ചായ ആട്ടോ. ചായയൊക്കെ നല്ല ഇതും തിളച്ച് മറന്നിട്ടുണ്ട്. നല്ല തണുപ്പടപ്പം ചായ കുടിക്കാം. ചായ നനച്ചെടുക്കട്ടെ. ഇതാ നമുക്ക് ഈ ഒരു അടുപ്പിൽ കിടന്ന് നന്നായിട്ട് ഞാൻ വറ്റിച്ചെടുക്കുന്ന കാരണം അവിടെ നമ്മുടെ പോർക്ക് കറിയാണ്. അത് നമ്മൾ രാവിലെ വെച്ചതാട്ടോ. നന്നായിട്ട് ഒരു ഗ്രേവി മാത്രമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നീറ്റിട്ടല്ലാട്ടോ വെച്ചത്, റോസ്റ്റ് പരിപാടിയാണ് വെച്ചിട്ടുള്ളത് പോർക്ക്. അപ്പോൾ പോർക്കാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് പോർക്കിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വരുന്നത് എന്താ പറയുക. അപ്പം നമുക്ക് എന്തായാലും കാണാം. അപ്പം നമ്മൾ ചായ നോക്കി കഴിക്കാൻ വേണ്ടി എടുക്കട്ടെ. നന്നായിട്ട് തിളച്ച ചായ തന്നെയാണ്. ഞാൻ പാറ്റിയിട്ടൊന്നും ഇല്ല. കാരണം പുറത്ത് അത്രയും നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്ക് തിളച്ചത് നേരിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് എടുത്താൽ നമുക്കിനി കുടുങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ തണുക്കൂടും. കാരണം അത്രത്തോളം കൊടും തണുപ്പാണ് പുറത്തോട്ട്. എന്തായാലും ചായക്ക് തന്നെ നമ്മളവിടെ എടുത്ത് നമ്മുടെ ആൺകുട്ടി അവിടെ വന്ന് ഇരിക്കേണ്ടി വരും. എന്തായാലും നമുക്കിനി കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ നേരെ ഇങ്ങോട്ടേക്ക് പോകാം. പ്ലേറ്റ് കുറച്ച് ബാക്കി സാധനം കൂടി എടുക്കട്ടെ. നമുക്കിന്ന് കഴിക്കാനായിട്ട് ബ്രെഡാണ്. ബ്രെഡ് മതിയും കുറച്ച് നോക്കി ഇഷ്ടമായോ എന്നാ. നമ്മുടെ ആൺകുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അതായത് നമ്മുടെ പോർക്ക് മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ എന്താ പറയാ കപ്പ ബിരിയാണി എന്ന് പറയില്ല. അച്ഛയുടെ സ്വത്ത് ഫോൺ ഓഫ് ആക്കി വെക്കേ. നമുക്ക് മാമുണ്ണ അപ്പാപ്പ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഫോൺ എടുക്കാം. ഞങ്ങൾ മിടുക്കി കൂടി ഞങ്ങൾ ഓഫ് ആക്കി വെക്കും അല്ലേ. അപ്പൊ നമ്മുടെ ഫോൺ ഓഫ് ആക്കിയോ? അവിടെ മാറ്റി വെക്കും ഫോണ്. അപ്പാപ്പ് കഴിച്ചിട്ട് നമുക്ക് ഫോൺ എടുക്കാം. ഫോൺ വെക്കി. ഫോൺ കൊണ്ടുവയ്ക്കാൻ പോണോ? ഫോണൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി നാളെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് ബ്രെഡും അതേപോലെ തന്നെ നമ്മുടെ പോർക്ക് കറിയും ഉണ്ട്. അപ്പൊ പോർക്ക് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ആക്കിയതാട്ടോ. അതേപോലെ നമ്മുടെ പോർക്ക് കപ്പയും കൂടിയാണ്. ഞാൻ അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കും. ഇവിടെ വന്നിരിക്കും. കാണിച്ചെടുക്കട്ടെ. ആൺകുട്ടിനെ കാണിച്ചെടുക്കട്ടെ അമ്മ. ആൺകുട്ടി തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായെന്ന് പറഞ്ഞു കൊടുത്ത് ഇവിടെ വായു. മുന്നിലോ മുന്നിലോ എന്നാലേ കാണുള്ളൂ. ഇങ്ങോട്ട് വാ. അവിടെ നിന്ന് പറഞ്ഞു വീഴണ്ട. അതെന്താവണി ബ്രെഡ് വേണോ ചോദിച്ചത് തരാം അമ്മ കുഞ്ഞിന്. പിന്നെ നമുക്ക് നല്ല ആവി പറക്കുന്ന കപ്പ ചെയ്തു. അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കപ്പയുടെ. അതുപോലെ കറിയൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ രണ്ടും കൂടി സെപ്പറേറ്റ് വെച്ചതിന് ശേഷം പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇളക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയും കിട്ടും. അപ്പോൾ പുറത്തായിരുന്നോ ചെറുതായിട്ട് മഴ വീണ്ടും ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ട് എന്തായാലും നല്ല തണുപ്പിനാണ് എപ്പോഴും. അപ്പോൾ നമുക്കിനി കഴിക്കാം. അപ്പോൾ സമയം ഏകദേശം 9 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അതേപോലെ തന്നെ ബ്രെഡും ചിക്കൻ കറിയും അതുപോലെ ബ്രെഡും പോർക്കൊക്കെ ഒരു വെറൈറ്റി കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണല്ലോ. അപ്പം എന്താ നമുക്കൊന്ന് കഴിക്കാം കേട്ടോ. കഴിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അടിപൊളിതാ. ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൺകുട്ടി കമൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഞങ്ങൾ വെറും ബ്രെഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞങ്ങൾ കറിയൊന്നും എടുക്കാതെയാണ് കഴിച്ചിട്ടുള്ളത്. നമ്മുടെ ആൺകുട്ടിക്ക് തന്നെ ആദ്യം കൊടുക്കാം. ബാ ഓടി വായോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കൊടുത്തേ. ബാ വായോ. ബാ നല്ല കുട്ടിയാണെങ്കിൽ ആൺകുട്ടി ഓടി വരും. അമ്മ കണ്ണെടുക്കട്ടെ. ആര വരുന്നു നോക്കട്ടെ. സുന്ദരി കഴിച്ചു. ഇവിടെ വെച്ച് പറ എങ്ങനെയുണ്ടെന്ന് പറ. അടിപൊളി. ആൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമുക്കിനി വേറെ അഭിപ്രായത്തിന്റെ ആവശ്യമില്ല കേട്ടോ. ആൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. എന്നാൽ നമുക്കൊന്ന് കഴിക്കാം.
ഗൈസ് അപ്പം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഒരെണ്ണം പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കഷ്ണം നമ്മുടെ ബ്രെഡും അതേപോലെ തന്നെ ഒരു പീസ് നമ്മുടെ പോർക്ക്, കുറച്ച് ഗ്രേവി. നമ്മുടെ ആവണിക്കുള്ളി ഇതാ ഒരുപാട് കഴിച്ചിട്ട് ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അവളങ്ങനെയാണ് കേട്ടോ, ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവൾക്ക് തോന്നണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓടിച്ചായിട്ടൊക്കെ കേട്ടോ കഴിക്കുക. അപ്പം എന്തായാലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് മഴ പെയ്യുന്ന ഒരു സൗണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ, കാരണം അത്ര ഫോഴ്സിലാട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും കഴിക്കട്ടെ, അതാളത് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. നമുക്ക് നല്ല വിശേഷങ്ങളിൽ അടുത്ത ദിവസം വരെ ബൈ.